الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ അഹ്ല റമദാനിനെ സ്വാഗതം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് ബഹുമാനമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് എല്ലാ ഇബാദത്തുകളുടെയും കാതലായിട്ടുള്ള മർമ്മം. യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാനിലൂടെ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് എന്താണ് കൂടുതൽ നേടിയെടുക്കുന്നത്? പരിശുദ്ധ റമദാനിൽ മാത്രമാണ് നോമ്പ് നിർബന്ധം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാഹു ഖുർആനിൽ മാസത്തെ പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ആ മാസം, അല്ലാത്ത കാലത്ത് നമ്മൾ അയ്യാമുൽ ബീദിൻ്റെ നോമ്പ്, തിങ്കളും വ്യാഴവും നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നോമ്പ്, ഫർള് നിസ്കാരം എന്തായാലും ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പാർട്ടാണ്. പക്ഷെ റമദാനിലൂടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സമ്പൂർണമായ മനപരിവർത്തനമാണ് റമദാനിൽ നടക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യത്തിലൊന്ന്. മനസ്സിൻ്റെ ശുദ്ധീകരണം എന്നത് അധികം പ്രാധാന്യം കൊടുത്തിട്ടില്ലാത്ത ഒരു മേഖലയാണ്. അപ്പം നമ്മൾ നോക്കൂ, നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഏറ്റവും നന്നാകാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതിലൊരു ചളിയോ മാലിന്യമോ ഒക്കെ ആയാൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. പിന്നെ അതിട്ടൊരു സദസ്സിലേക്ക് നമ്മളാരും പോകാറില്ല. നമ്മുടെ വണ്ടി ഒരുപാട് ദിവസം ഓടിയിട്ട് ചളിയും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകിയിട്ടായിരിക്കും ഒരു സൽക്കാരത്തിന് നമ്മൾ പോവുക. പക്ഷെ അപ്പോഴും കഴുകാതെ കിടക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് കൽബ് മാത്രമായിരിക്കും. പുറത്തിട്ടിരിക്കുന്ന എന്തും ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ പല്ല് തേക്കും, തേച്ചാലും പൂതി തീരാത്ത ആളുകളാണ്. പല്ല് തന്നെ പറയും മതിയങ്ങായി, എൻ്റെ പല്ലിൻ്റെ മുകളിൽ മല്ലിക്കെട്ട് മതിയെന്ന് പല്ല് തന്നെ ചിലപ്പോൾ പറയുന്നുണ്ടാവും. കാലിൻ്റെ നഖമൊക്കെ വെട്ടി എന്തെങ്കിലും മാലിന്യം ഉണ്ടോ നോക്കി നല്ല നിങ്ങൾ നോക്കുന്ന പണ്ടൊന്നുമില്ലാത്ത ഒരു കാഴ്ച റോഡരികിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് ഓർത്തെടുത്ത് പറ, സുഗന്ധം വിൽക്കുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഈ ഒരു 10 കൊല്ലത്തിനുള്ളിലാണ് നമ്മൾ അത്രയും വ്യാപകമായി. ഈ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് സുഗന്ധം പലപ്പോഴും മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷവും പൂശിയിരുന്നത്. പിന്നെ എല്ലാ സമുദായത്തിനും ഇപ്പോൾ ഈത്തപ്പഴം പോലെ തന്നെ, ഈത്തപ്പഴം പണ്ടൊക്കെ നമ്മൾ മാത്രം കഴിച്ച എന്തോ മാപ്പിളാരെ ഭക്ഷണം എന്നുള്ള ആൾക്ക് എല്ലാവരുടെ സർവ്വവ്യാപിയായി. നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ പണ്ട് നമ്മുടേതായിരുന്നു, അപ്പോൾ എല്ലാവരുടെതുമായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സുഗന്ധമൊക്കെ പൂശിയിട്ട് ഒരാൾ നടന്നു പോയാൽ എന്തോ ഒരു നല്ല, എന്നാൽ അയാളുടെ സ്വഭാവം പരിശോധിച്ചാലോ അത് വളരെ വിഷമം തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ 3 സംഭവങ്ങളാണ്, മനസ്സുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയം അവസാനിക്കും. ഇപ്പം ലഅല്ലക്കും തത്തഖൂൻ, നോമ്പിനെ പറ്റി പറഞ്ഞത് ആയത്ത് അങ്ങനെ അവസാനം. സൂറത്ത് ബഖറ 183 വചനം. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ശരിക്കും ധർമ്മനിഷ്ഠ പാലിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവിതത്തിലുടനീളമുള്ള, ശരിക്കും നിങ്ങൾ നോക്ക്, നീതിയെപ്പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞ എന്താ? ഹുവ അഖ്റബു ലിത്തഖ്വ. അതായത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ
പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത്, ഒരാൾ നീതി പാലിക്കുന്നു എന്നത് തഖ്വയാണ്. ഒരു കോടതി സമ്പൂർണ്ണ നീതിക്ക് അനുയോജ്യമായി വിധിച്ചാൽ ആ ജഡ്ജി ആ വിഷയത്തിൽ മുത്തഖിയാണ് എന്നർത്ഥം. 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനമാണ്. അപ്പോൾ തഖ്വക്ക് വിശാലമായ അർത്ഥമുണ്ട്. നരിയാൻ്റെ മുകളിൽ തുണിയെടുക്കുന്നത് മാത്രമല്ല തഖ്വ എന്ന് പറയുന്നത്, താടി നീട്ടുന്നത് മാത്രമല്ല തഖ്വ എന്ന് പറയുന്നത്. ഒരാളായിട്ട് 10 ഉറുപ്പ്യ ഇടപാട് നടത്തുമ്പോൾ അതിൽ കൃത്യമായ മതവിധി പാലിക്കലും എന്താണ്? തഖ്വയാണ്. ഏത് കാര്യത്തിലും ഇതുണ്ട്. അപ്പം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടി. അതിനാദ്യം വേണ്ട എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത്ഭുതകരമായ ഒരു സൃഷ്ടി, അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ. അതാണ് അള്ളാഹ് പറയുന്നത്, വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്മിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. കേട്ടോ, സൂറത്ത് ദാരിയാത്തിലെ 20-21 വചനം, 51-ാം അധ്യായത്തിലെ 20-21 വചനം. ഈ ഭൂമി അത്ഭുതങ്ങളെമ്പാടുമുള്ള ഒരു കലവറയാണ്. അള്ളാഹ് പറയാണ് വഫി അൻഫുസികും. ഭൂമി മാത്രമല്ല ചങ്ങാതി, നിന്റെ ശരീരവും അത്ഭുതം കൂറുന്ന കലവറയാണ്. ഈ ശരീരത്തിൽ മനസ്സ് നന്നായ മാത്രമേ കൈ നന്നാവൂ. മനസ്സിലായില്ല? നമ്മുടെ കാല് നന്നാകണമെങ്കിൽ മനസ്സ് നന്നാകണം. നമ്മുടെ നാവ് നന്നാകണമെങ്കിൽ മനസ്സ് നന്നാകണം. നമ്മുടെ പ്രത്യുൽപാദനവയം ധാർമ്മികത പാലിക്കണമെങ്കിൽ ഹൃദയം നന്നാകണം. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഹൃദയശുദ്ധിയാണ്. നമുക്ക് ആർക്കും അതിൽ സംശയമല്ല. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുർ ഇലാ ഖുലൂബിക്കും വഫി റിവായത്തിൻ ഉഖ്റ വലാകിൻ യൻദുർ ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അള്ളാഹ് നോക്കണ നിങ്ങളിട്ട കുപ്പായത്തിൻ്റെ വളവളപ്പിലേക്കൊന്നുമല്ല, നിങ്ങൾ പോണ വണ്ടിൻ്റെ, നിങ്ങളെ ശരീരത്തിൽ ആകാര സൗഷ്ഠവമുള്ളതാണ് എന്നൊന്നും പഠിച്ചോ നോക്കണില്ല. വലാകിൻ യൻദുർ ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലാണ്. ഈമാനിൻ്റെ കേന്ദ്രം എവിടെയാണ്? വിശുദ്ധ ഖുർആൻ 49-ാമത്തെ അധ്യായം സൂറത്ത് ഹുജറാത്ത് 14-ാമത്തെ വചനത്തിൽ പറയുന്നത്, വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. അപ്പം ഈമാൻ കുടികൊള്ളുന്നത്, ഈമാൻ പ്രവേശിക്കേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. അറാബികൾക്ക് അത് ഉണ്ടായില്ല എന്നാണല്ലോ പറയുന്നത് അവിടെ ആ വചനത്തിൽ. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. 2-ാമത്തെ ആയത്ത് ശരിക്കും മുറുക്കി പിടിച്ചോളി. ആക്ഷേപകാരിയായ മനസ്സ്. എന്താ ആക്ഷേപകാരിയായ മനസ്സ്? ഒരു ഉദാഹരണം പറയാം. പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി വീട്ടിൽ വന്നു. 50,000 രൂപ കൊടുക്കാൻ കഴിവുണ്ടായിരുന്നു. കഴിവുണ്ട്, ആ വീട്ടിലെ ഉടമക്ക് കഴിവുണ്ട്. അവർ വന്നപ്പോൾ അയാൾ 500 രൂപ കൊടുത്തു. 500 രൂപ കൊടുത്തു. അപ്പോൾ വന്ന ആളുകളും ഒന്ന് നോക്കി, നമ്മളെ നോക്കിയതിൻ്റെ അർത്ഥം ഇതല്ലല്ലോ നിങ്ങൾക്ക് തരാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങോട്ട് അങ്ങനെ നമ്മൾ വാങ്ങാൻ ചെന്നവർ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഭാര്യ അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു, അതെന്തായാലും ശരിയായില്ല, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കൊടുക്കാമായിരുന്നു. അത് മുതൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു കുറ്റബോധമല്ലേ? മനസ്സിന് സ്വയം നമ്മൾ തന്നെ കുറ്റപ്പെടുത്തുക. വേണ്ടായിരുന്നു, 50 കൊടുക്കരുത്. അതാണ് നഫ്സുൽ ലവ്വാമ. അതുപോലെ നമ്മളൊരു തെറ്റ് ചെയ്തു, ഒരാളെ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞിട്ടൊരല്പം കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു മനസ്സിന് നമ്മളെ തന്നെ, എൻ്റെ അടുത്ത് നിന്ന് അത് വരാൻ പാടില്ലായിരുന്നു. അതാണ് നഫ്സുൽ ലവ്വാമ. ഇത് റമദാനിൽ വളരെ കുറവായിരിക്കും. ഒരുപക്ഷെ റമദാൻ്റെ ഈ ഒരു ക്ലാസ് ഇങ്ങനെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായില്ല. ഞാൻ എൻ്റെ ഏറ്റവും മർമ്മം പറയും. അതായത് റമദാനിലെ 30 ദിവസം ഈ ഒരവസ്ഥ മനസ്സിന് താരതമ്യേനെ ഏറ്റവും കുറവായിരിക്കും. ഏറ്റവും കുറവ്. കാരണം ഒന്ന്, അന്ന് മനസ്സ് വിശാലമായി എല്ലാ കാലത്തും കൊടുക്കുന്നതിനേക്കാളും. മാത്രമല്ല, റമദാൻ്റെ തലേന്ന് വരെ പലപ്പോഴും ദേഷ്യം പിടിച്ച നമുക്ക് റമദാനാണല്ലോ, നോമ്പാണല്ലോ, പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ചീത്ത ഏറ്റവും കുറവ് പറയുന്ന കാലം ഏതായിരിക്കും? ഒരു യഥാർത്ഥ വിശ്വാസിക്ക് നോമ്പായിരിക്കും.
അപ്പോൾ ആ കാലത്ത് ആക്ഷേപകരമായൊരു മാനസികാവസ്ഥ താരതമ്യേനെ രണ്ട് നിലക്കാണെങ്കിലും കുറവായിരിക്കും. അപ്പോൾ 75-ാം അധ്യായം 2-ാമത്തെ വചനം അതങ്ങനെ തന്നെ മനസ്സിൽ നോട്ട് ചെയ്തവിടെ വെച്ചോളി. അടുത്ത മനസ്സ് സൂറത്ത് യൂസുഫിൽ പറയുന്ന ഒരു മനസ്സാണ്. മനസ്സിൻ്റെ തന്നെ ഒരാളുടെ തന്നെ മനസ്സിൻ്റെ 3 അവസ്ഥകളാണ്. അല്ലാതെ 3 ആളുടെ 3 അവസ്ഥകളല്ല, ഒരു വ്യക്തിക്ക് തന്നെ വരാവുന്ന 3 അവസ്ഥകളാണ്. സൂറത്ത് യൂസുഫ് 12-ാം അധ്യായമാണ്. എത്രാമത്തെ അധ്യായമാണ്? 12-ാമത്തെ അധ്യായം. 53-ാമത്തെ വചനം. എത്ര? 53-ാമത്തെ വചനം. വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസു ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഒന്നെങ്കിൽ യൂസുഫ് നബി പറഞ്ഞതായി, അല്ലെങ്കിൽ സുലേഖ പറഞ്ഞതായി. രണ്ടും അഭിപ്രായ ഭിന്നതകൾ തഫ്സീറിൽ കാണാം. പൂർണ്ണമായി നമ്മൾ അതിൻ്റെ ചർച്ചയിലേക്ക് വന്നാൽ, വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറ. അപ്പം നഫ്സുൽ അമ്മാറ പിന്നെ തെറ്റിലേക്ക് ഇങ്ങനെ മുന്തി നിൽക്കുകയും ഒരു ചെറിയ തള്ളൽ കിട്ടിയ തെറ്റിലേക്കായി പോവുകയും ചെയ്യുന്ന ഒരാളുടെ ഒരു കൈ ഇങ്ങനെ വിരൽ പിടിച്ച ഒരൊറ്റ വലിയൊരു വലിച്ചാൽ ആ തിന്മയിലേക്ക് എത്തും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതാണ് നഫ്സുൽ അമ്മാറ. പക്ഷെ ഇല്ലാമാ റഹിമ റബ്ബി എന്ന് പറഞ്ഞു അല്ലാഹ്. കാരുണ്യം ലഭിച്ചവരൊഴികെ അതിന്ന് രക്ഷപ്പെടും. ഇത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സന്ദർഭത്തിലുള്ള പടച്ചോൻ്റെ കാരുണ്യമുള്ളവർ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടും. പടച്ചോൻ്റെ കാരുണ്യം നഷ്ടപ്പെട്ടവർ വ്യഭിചരിച്ചു പോകുന്ന പറയും. ഈ ആയത്ത് വെച്ചിട്ടൊരു ദുആ നമ്മളൊക്കെ ചെയ്യണം. എന്താ വെച്ചാൽ എങ്ങനെ പറയണം അല്ലാഹുവോട്? ഞാൻ പറയാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ ആയത്തിൽ നിന്ന് ഒരു ദുആ നമ്മൾ ഉണ്ടാക്കുകയാണ്, ഹലാലായ ഒരു ദുആ. അല്ലാഹുവേ, സൂറത്ത് യൂസുഫിലെ 53-ാമത്തെ വചനം, നിന്റെ കാരുണ്യം ലഭിച്ചവർ ആ പാപത്തിൽ പെട്ടുപോകില്ല എന്ന് പറയുന്നുണ്ട്. ആ ഖുർആൻ പറഞ്ഞ പാപത്തിൽ പെട്ടുപോകാത്ത നിന്റെ റഹ്മത്തിന് വിധേയമായവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ റബ്ബേ. മനസ്സിലായോ? ആ പൊരുൾ മനസ്സിലായോ? നമ്മൾ ആ ആയത്ത് വെച്ചിട്ട് 12-ാം അധ്യായം 53-ാമത്തെ വചനം. 3-ാമത്തെ മനസ്സ് സൂറത്ത് ഫജ്റിലാണ്. 89-ാമത്തെ അധ്യായം 27, 28, 29, 30. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, നഫ്സുൽ മുത്മഇന്ന, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമ്മാറ, നഫ്സുൽ മുത്മഇന്നത്ത്. മുത്മഇന്നത്തായ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ, മടങ്ങിക്കോ എന്നാണ്. ആ മുത്മഇന്നത്തായ മനസ്സിൻ്റെ ഉടമയോട് എന്താ പറയുന്നത്? മടങ്ങിക്കോ. സമാധാനമടഞ്ഞവനായിട്ട്, സംപ്രീതനായിട്ട്, സംതൃപ്തനായിട്ട്, അള്ളാനെ തൃപ്തിപ്പെട്ടവനായിട്ടും അള്ളാഹ് തൃപ്തിപ്പെട്ടവനായിട്ടും മടങ്ങിക്കോ. ഈ പദവി ആർക്ക് കിട്ടിയതാ? അള്ളാഹ് തൃപ്തിപ്പെടുകയും അള്ളാനെ തൃപ്തിപ്പെടുകയും ചെയ്ത പദവി ആർക്കുള്ളതായിരുന്നു? സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. കണ്ടോ, അവരെ നല്ലതായി പിന്തുടരുന്നവർക്കും ഈ റിള, അള്ളാഹുവിൻ്റെ റിള കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാലം റമദാനാണ്. എങ്കിൽ അത് വരുന്നതിൽ ഇനി തെറ്റൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ എന്നുള്ള മനസ്സല്ലേലോ ഉണ്ട്. പിന്നെന്താ വേണ്ടത്? അത്തരം ഒരവസരം എൻ്റെ ലൈഫിൽ അള്ളാഹ് എനിക്ക് തരട്ടെ. ഇനി ആ റമദാനിൽ മരിപ്പിക്കട്ടെ എന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂലിയിലായി, കർമ്മത്തിലായി, പുണ്യത്തിലായി താരതമ്യേനെ മനസ്സിലെ പാപങ്ങളൊക്കെ ഇല്ലാത്തൊരു സമയത്ത് മരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ 3 അവസ്ഥ മനസ്സിനുണ്ട്. ഒന്നുകൂടി പറയാ. 75-ാം അധ്യായം സൂറത്ത് ഖിയാമയിലെ 2-ാമത്തെ വചനം, ആക്ഷേപകാരിയായ മനസ്സ്. 2 നഫ്സുൽ അമ്മാറ, സൂറത്ത് യൂസുഫ് 12-ാം അധ്യായം 53-ാമത്തെ വചനം. മറ്റേത് 89-ാം അധ്യായം 27, 28, 29 വചനങ്ങളിൽ പരാമർശിക്കുന്ന നഫ്സുൽ മുത്മഇന്നത്തായ. അപ്പം മനസ്സിൻ്റെ സമാധാനത്തിലൂടെ, മനസ്സിൻ്റെ സമാധാനം ശരിക്കും കിട്ടിയപ്പോഴാണെന്നറിയോ? ശരിക്കും തെറ്റ് ചെയ്യാതിരിക്കുമ്പോൾ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു, ഇത്ര ചെറിയ തെറ്റായിക്കോട്ടെ, ആ തെറ്റ് പറയുമ്പോൾ ശരീരത്തിലെ ഹോർമോൺ സിസ്റ്റമൊക്കെ വ്യത്യാസപ്പെടും. ഈ പോളിഗ്രാഫി ടെസ്റ്റ് ഇല്ലേ, നുണയാണോ പറയണമെന്ന് അറിയാനുള്ള ടെസ്റ്റ്,
എന്തുകൊണ്ടാണ് അങ്ങനെ ടെസ്റ്റിൽ ഇയാൾ കള്ള പറയുന്നത് എങ്ങനെ മനസ്സിലാക്കണത്? ഹൃദയത്തിലെ ഹോർമോണുകളുടെ വേരിയേഷൻ. നുണയല്ല, സത്യമാണെങ്കിൽ ഹൃദയത്തിൽ ഈ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പും പും എന്ന് സാധനം പിടിച്ചുകൊണ്ട് ശരീരത്തിലെ എല്ലാ സിസ്റ്റവും വ്യത്യാസം. അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തും. അതിൻ്റെ വേരിയേഷൻ ഇങ്ങനെ. കള്ളമാണ് പറയുന്നതെങ്കിൽ അതിങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ജി പറഞ്ഞ നുണയാടാ ചെങ്ങായി മനസ്സിലല്ലോ പറയുന്നത്. അപ്പം സത്യസന്ധത നേരത്തെ ഉപയോഗിച്ച പദമാണ്. സത്യസന്ധമായി ഈ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മിടിപ്പ് എന്തായിരിക്കും? വെറുതെ അനാവശ്യമില്ല. 72 ഉണ്ടാവും. അത് മാറി മാറി വരില്ല. കാരണം സത്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ സത്യത്തിലാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണം, നമ്മൾ റോഡ് നിറയെ പോലീസുകാർ നിൽക്കുന്നു. നമ്മളൊരു കാർ പിടിച്ച് പോവുകയാണ്, ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, കാറിൻ്റെ പുക പരിശോധിച്ച കടലാസുണ്ട്, അതുപോലെ നമ്മൾ ഇൻഷുർ അടച്ച പേപ്പറുണ്ട്, ലൈസൻസ് ഉണ്ട്, വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒറ്റ ടെൻഷനും 1000 പോലീസുകാർ കണ്ടാലുണ്ടാവുമോ? ഈ പേപ്പറൊന്നും ഇല്ലെങ്കിലോ? ഈ സത്യസന്ധതയാണ് ശരിക്കും മനസ്സിൻ്റെ സമാധാനം എന്ന് പറയുന്നത്. സത്യം പാലിക്കുന്നതിൽ കിട്ടുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി ചോദിക്കുന്നത്, നിങ്ങളാണോ പേടിക്കാൻ അർഹർ, ഞാനാണോ? ശിർക്ക് ചെയ്ത് നിങ്ങൾക്കാണ് പേടി, എനിക്കെന്ത് പേടി? എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഈ തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് താരതമ്യേന എല്ലാ ടെൻഷനും മനുഷ്യനെ കുറയുക. അപ്പം അത് നോമ്പിലൂടെ നേടിയെടുക്കുന്നു എന്നാണ് ഇസ്ലാം പറയുന്നത്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സൂറത്ത് ബഖറയുടെ 185 വായിച്ചാൽ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയും, വമൻ ഷഹിദ മിൻകുമുശ് ഷഹ്ർ ഫലിയസുംഹു. ആ ഭാഗത്ത് മാത്രം ഒന്ന് മനസ്സിനെ കൊണ്ടുവരി. വമൻ ഷഹിദ മിൻകുമുശ് ഷഹ്ർ ഫലിയസുംഹു. ആരെങ്കിലും ആ മാസത്തിന് സാക്ഷികളായാൽ അവർ നോമ്പ് നോറ്റുകൊള്ളട്ടെ. ഏത് മാസത്തിന്? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിന്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോമ്പ് നോൽക്കുന്നത്. മനസ്സിലാക്കുക. അതിൻ്റെ നന്ദിയാണത്. എന്താണത്? അതിൻ്റെ നന്ദിയാണ്. എന്തിൻ്റെ? ഒരു ദൈവീക ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നു. എങ്ങനെയുള്ള ദൈവീക ഗ്രന്ഥം? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക് മനുഷ്യനെ നയിച്ച ഗ്രന്ഥം. പിന്നെ ആ ആയത്ത് തന്നെ പറയുന്നത് എന്താണ്? ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവരാശിക്കാകമാനമുള്ള മാർഗദർശന ഗ്രന്ഥം. ഞാൻ നിങ്ങളോടൊരു സത്യം, ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഈ ഖുർആനുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ഓരോ ജീവിതങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വെറുതെ ഓല ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. നിങ്ങൾ അയാൾ അറിയാണ്ട് അയാളെ തുടർന്ന് നോക്ക്. നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും അയാളെക്കുറിച്ച്. നിങ്ങൾക്കൊരിക്കലും അയാളെക്കുറിച്ച് മോശമായ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. ഖുർആൻ ശരിക്ക് ഓതി പഠിച്ചത് ജീവിതത്തിൽ പകർത്തുന്ന ഒരാളെ ഖുർആൻ തന്നെ മുന്നോട്ട് നയിക്കും. ഓൻ ശരിക്ക് തെറ്റിപ്പോവില്ല. ഓനൊരു തോന്നിയാസം ചെയ്യുന്ന നമുക്ക് സ്വകാര്യമായിട്ട് പോയിരുന്നാലും കാണാൻ പറ്റില്ല. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളൊരു 10 മിനിറ്റ് എന്ന് പറയുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ, വളരെ സുന്ദരമായ ചില കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മൾ 2025 ഫെബ്രുവരി 20-ാം തീയതിയാണ് ഉള്ളത്, അല്ലേ? ഈ 2025 ഫെബ്രുവരി 20-ന് 3 ഖുർആൻ്റെ വചനം ഒരാൾ പഠിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ അയാൾ എല്ലാ ദിവസവും 3 ഖുർആൻ്റെ ആയത്ത് പഠിച്ചാൽ 2031 ഫെബ്രുവരി 20 ആകുമ്പോൾ ഖുർആൻ കംപ്ലീറ്റ് അർത്ഥസഹിതം പഠിക്കും. 6 കൊല്ലം കൊണ്ട് ഡെയിലി 3 ആയത്ത് പഠിച്ചാൽ 6 കൊല്ലം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ് തീരും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഒരു 3 ആയത്ത് നോക്കാൻ നമുക്ക് എത്ര സമയം വേണം? പറയും. ഒരു ഏറി വന്ന 5 മിനിറ്റ്, ഇല്ലെങ്കിൽ മാക്സിമം അതിൽ തന്നെ ഒന്ന് കൂടുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ്. ഈ സാധനം എന്താ? ഇത് മൊബൈല്. ഇതിൽ എത്ര സമയം ഏത് വിശ്വാസി അവിശ്വാസിയും കളിക്കുന്നുണ്ട്? ഇന്ന് ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് ട്രെയിന് കയറി. ഇപ്പോൾ ഒരു സുഖമുണ്ട് ട്രെയിനിൽ, ആരും ആരെയും നോക്കൂല. ഈ അടുത്ത കാലത്ത് ട്രെയിനിലെ മോഷണമൊക്കെ കുറഞ്ഞ്. എന്താ കാരണം? മുന്നിലൊരുത്തൻ മന്നൊത്തിരിന് ഓൻ്റെ പാൻറ് കീറി കൊണ്ടുപോയാലും
ഓൻ്റെ കെട്ടിയോളെ കൂട്ടിക്കൊണ്ടുപോയാലും ഓൻ അറിയില്ല. സത്യല്ലേ? ഞാൻ ഇന്നിങ്ങനെ പണ്ടൊക്കെ നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ പുസ്തകം വായിക്കുന്ന കുറേ ആളെ കാണായിരുന്നു. ഇന്ന് തിരിയിട്ട് തിരഞ്ഞ ആ പുസ്തകം വായിക്കുന്ന ഒരുത്തനെ കാണാനില്ല ട്രെയിനിൽ. ഫുൾ ടൈം മൊബൈലിലാണ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹിനോട് നമ്മൾ എന്ത് പറയും? ഇനി ഈ മൊബൈലിൽ ഖുർആനുണ്ട്, അങ്ങനെയാണേ ഖൈർ. ഞാനൊക്കെ നോക്കണേ ഈ യാത്രയിൽ ഇതില്ല. മക്തബത്തു ഷാമിലൊക്കെയാണ് ഇതിലുള്ളത്. ലോകത്തിലെ എല്ലാ ഗ്രന്ഥവും എല്ലാ കാര്യങ്ങളുടെ ഖിറാഅത്തും. നമ്മൾ ഈ സാധനം കൊണ്ട് സ്വർഗത്ത് പോകാം, അറിയോ നിങ്ങൾക്ക്? പക്ഷെ ഇതുകൊണ്ട് എല്ലാവരും നരക നേടുന്നത്. ഇതുകൊണ്ടെല്ലാവരും നരക നേടുന്നത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. 15 അധ്യായം 36 വചന. നിങ്ങൾക്ക് അറിവില്ലാത്തതിൻ്റെ പിന്നാലെ നിങ്ങൾ പോരുതിട്ടോ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, 3 സ്ഥലം. കേൾവി, കാഴ്ച, എന്ത് കേട്ടു, എന്ത് കണ്ടു, എന്നിട്ട് എന്ത് ചിന്തിച്ചു, ഇതൊക്കെ വിചാരണ ചെയ്യൂട്ടോ. 15 അധ്യായം 36 വല്ലാത്തൊരു വചനാണ്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ നോക്കിക്കണതിന് പകരം സുബൈക്ക് ഇപ്പം എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറയാം കേട്ടോ, വേറൊന്നുമല്ല. എന്നോട് ആളുകൾ ചോദിക്കും, ഇത്രയേറെ ഖുർആൻ അധ്യായവും വചനം എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നതെന്ന്. നിങ്ങൾ വിചാരിക്കേണ്ട എന്തെങ്കിലും അത്ഭുതം ഉണ്ടെന്ന്? ഒരത്ഭുതമില്ല. എല്ലാ ദിവസവും സുബൈ കഴിഞ്ഞാൽ 3 ആയത്ത് ഞാൻ നോക്കും. ദുനിയാവിൽ ഇനി എന്ത് തിരക്കാണെങ്കിലും, എൻ്റെ അമ്മച്ചി മരിച്ച ദിവസവും ഞാൻ 3 ആയത്ത് നോക്കിയിട്ടുണ്ട്. അലി റളിയല്ലാഹു പറഞ്ഞ പോലെ തന്നെ സഫീൻ യുദ്ധത്തിലും ഞാൻ ആ ദിക്ർ വിട്ടിട്ടില്ല. അത് തന്നെ. അതായത് ഞാൻ ചോദിക്കട്ടെ, പല്ല് തേക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവുമോ നമുക്ക്? ഉണ്ടാവുമോ? പല്ല് തേച്ചിട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത അല്ലേ? അല്ലേ? അങ്ങനെ ഖുർആൻ ഓതിയിട്ടില്ല, എന്താ നമുക്ക് അസ്വസ്ഥത ഇല്ലാത്തത്? പല്ലിനോട് നമുക്കുള്ള ബന്ധം എന്തിനോടില്ല? ഞാൻ പറയണ മനസ്സിലുണ്ടോ? ജീവിതത്തിൽ പല്ല് തേക്കാനെടുത്ത സമയം നമ്മളൊന്ന് കൂട്ടുക. ഒരു 5 മിനിറ്റാണ് പല്ല് തേക്കാൻ എടുക്കുന്നതെന്ന് വിചാരിച്ചോ. 50 കൊല്ലം ജീവിച്ച് എത്ര 5 മിനിറ്റാണ് കൂട്ട്? അത് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഒരു 5 മിനിറ്റ്. ഈ പോയിന്റ് കേട്ടിട്ട് നിങ്ങൾ ഖുർആൻ നോക്കുന്നില്ല, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ഒരു 5 മിനിറ്റ് നിങ്ങൾ ആരെയും ബോധിപ്പിക്കാനില്ല. നിങ്ങൾ ഇന്ന് മനസ്സിൽ നെയ്യത്ത് വെക്കുക. ഒരു ദിവസം പറഞ്ഞാൽ ഒരു 3 ആയത്തെങ്കിലും ഏറ്റവും ചുരുങ്ങി. ഇനി ഞാൻ വേറും ചോദിച്ചോട്ടെ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ആളുകളോട് പറഞ്ഞു, സൂറത്ത് മുൽക്ക് എത്ര ആയത്താ? 30 ആയത്താണ്. ഒരായത്ത് ഒരു ദിവസം പഠിച്ചാൽ 30 നോമ്പുകൊണ്ട് ഒരധ്യായം പഠിച്ചില്ലേ? ഇത് ഉറങ്ങുമ്പോൾ ഓതേണ്ട അധ്യായമല്ലേ? എത്ര കാലം നമുക്ക് ഇത് ഉറങ്ങുമ്പോൾ ഓതേണ്ട അധ്യായം എന്നറിയാം? എത്ര ആൾ പഠിച്ചിട്ടുണ്ട്? അതിൻ്റെ 30ാമത്തെ ആയത്ത് ഏതാ ഒന്ന് പറയാം ആർക്കെങ്കിലും? ആരായാലും ഓതിയൊന്നും പറയാതെ അതിൽ അവസാനിക്കുന്ന എങ്ങനെയാണ്? മാഉക്കും മൗറൻ ഫമയതീക്കും. അതായത് ഈ ഉറവ് ജലം, കിണറിലെ വെള്ളം നിങ്ങൾക്ക് വറ്റിച്ച് കളഞ്ഞാൽ ഇതാരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക എന്നതാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി. ആയത്ത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യണ്ടേ? അദൃശ്യമായ രൂപത്തിൽ അല്ലാഹ് നമ്മൾ കാണുന്നുണ്ടോ? അല്ലാഹ് എന്നെ കാണുന്നു. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അതാണ് ആയത്ത്. 23ാമത്തെ വചന, 67ാമത്തെ അധ്യായ. പിന്നെ അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു ആയത്താണ് ഗൾഫിലേക്ക് പോകുന്നവർക്കുള്ള ഒരു ആയത്തുണ്ടായില്ലേ? ഇത് കേട്ടിട്ടുണ്ടോ? സൂറത്ത് മുൽക്കിൽ ഗൾഫിലേക്ക് പോകുന്നതിനുള്ള ആയത്തുണ്ട്. സ്വന്തം നാട് വിട്ട് ഏത് ദുനിയാവിൽ നിങ്ങൾ പോകുന്നു അതിന് പറ്റിയൊരു ആയത്തുണ്ടായില്ലേ? അതിന് 15, 16 എടുത്ത് നോക്കി. വംശൂ ഫീ മനാകിബിഹാ വഖുലൂ മിർ റിസ്കി. ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാ? വഇലൈഹിൻ നുശൂർ. എന്താ അതിൻ്റെ അർത്ഥം? വംശൂ ഫീ മനാകിബിഹാ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഷോൾഡറിലൂടെ ഫ്ലൈറ്റിലോ ബോട്ടിലോ കപ്പലിലോ പൊയ്ക്കോ. അമേരിക്കയിലോ ലണ്ടനിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ എവിടെ വേണേലും പൊയ്ക്കോ. വഇലൈഹിൻ നുശൂർ. എൻ്റെ അടുത്തേക്കാട്ടോ മടക്കം. അത് മറന്നിട്ടൊരു ലണ്ടനും ഉണ്ടാക്കണ്ട. വല്ലാത്തൊരു വാക്കാ. നീ ദുബായിലെ നൈഫ് റോഡിലാണ്, അവിടെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. വഇലൈഹിൻ നുശൂർ. എൻ്റെ ബാപ്പ കാണുന്നില്ല, എൻ്റെ അമ്മ കാണുന്നില്ല, കുട്ടി വഇലൈഹിൻ നുശൂർ, എൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഖുർആൻ പഠിക്കുക. അമാനുകളുടെ പരിഭാഷ മാത്രം എടുത്തിട്ടൊന്ന് വെച്ച് നോക്കി, ഹൃദയം പൊട്ടിപ്പോകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരധ്യായത്തിലൂടെ ഇങ്ങനെ കടന്നുപോയപ്പോൾ അള്ളാൻ്റെ ഒരു ചോദ്യം, അല്ലടോ മരണത്തിൻ്റെ ഡേറ്റ് അറിയാത്ത നീ ആ ഡേറ്റ് നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നിരിക്കെ എന്തുറപ്പിന്മേലാണടോ
നീ പ്രയാണം നടത്തുന്നത്? എവിടെ വെച്ച് എന്ന് മരിക്കുന്നറിയാത്ത നീ ഈ പ്രയാണം എങ്ങോട്ടാ പോണത്? ഐനൽ മഫർ. സൂറത്ത് ഖിയാമ വീണ്ടും ചോദിക്കണം, എങ്ങോട്ടാ പോണത്? അമഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. 23-ാം അധ്യായം 115-ാമത്തെ വചനം. നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ അങ്ങ് വെറുതെ വിട്ടേക്കും, നീ എന്നിലേക്ക് മടങ്ങി വരില്ല എന്ന് നീ വിചാരിക്കണോ? അങ്ങനെ ഒരു മടക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമ്മളെ. അതുകൊണ്ട് ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്ന ഒരു 3 ആയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാ ദിവസവും നോക്കും. ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അലിഫ് ഒരറഫാണ്, ലാമ് ഒരറഫാണ്, മീമ് ഒരറഫാണ്. 30 കൂലിയാണ് അത് ഉച്ചരിച്ചാൽ. അലിഫ് ലാം മീം ഉച്ചരിച്ച 30 കൂലി. ഏതുപോലെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയുന്ന പോലെ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഒരു 10, വലൈക്കും എന്ന് പറഞ്ഞാൽ വീണ്ടും ആ 3 കൂടി കൂട്ടിയാൽ 30 കൂലി. അത് ഇന്നെ ഇവിടെ അള്ളാഹ് പറയുകയാണ്. ഹദീസ് വായിച്ചാൽ അങ്ങനെ കൂലിയില്ല. ഹദീസ് നടപ്പാക്കിയാലേ കൂലിയുള്ളൂ. ഖുർആൻ നടപ്പാക്കണ്ട, വായിച്ചാൽ തന്നെ കൂലിയാണ്. അത് തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കും. ഇനി ഞാൻ നിങ്ങളെ സൂറത്ത് ഖമറിലേക്ക് വിളിക്കുകയാണ്. സൂറത്ത് ഖമറിൽ ഒരായത്തുണ്ട്, ആവർത്തിച്ച് വരുന്ന 4 തവണ അത് ആവർത്തിക്കുന്നുണ്ട് സൂറത്ത് ഖമറിൽ. ഒന്ന് പറയാം ആർക്കെങ്കിലും? ഒന്ന് പറയാമോ? സൂറത്ത് ഖമർ 54-ാമത്തെ അധ്യായമാണ്. അതിലെ 17-ാമത്തെ വചനം, 22-ാമത്തെ വചനം, 32-ാമത്തെ വചനം, 40-ാമത്തെ വചനം. ഒരേ ആയത്ത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ചിന്തിച്ച് പഠിക്കുന്നവർക്ക് വേണ്ടി ഈ ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്തിനായിരിക്കും അല്ലാഹു അത് പറയുന്നത്? 4 സ്ഥലത്ത് ഒരേ കാര്യം പറയുന്നത്. ചിന്തിച്ച് പഠിക്കുന്നവർക്ക് വേണ്ടി, ആലോചിക്കുന്നവർക്ക് വേണ്ടി, ഉറ്റാലോചിക്കുന്നവർക്ക് വേണ്ടി ഈ ദൈവീക ഗ്രന്ഥത്തെ എളുപ്പമാക്കിയിരിക്കുന്നു. ആ എളുപ്പത്തിനൊരു ഉദാഹരണം പറയട്ടെ മനസ്സിലാക്കാൻ. ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ ഏത് അധ്യായത്തിലുള്ളത്? സൂറത്ത് റഹ്മാനിലാണ്. എത്ര തവണയുണ്ട്? അല്ലേ ഓരോന്നിൻ്റെ? അപ്പം എത്ര ആയത്തുണ്ടാവും അതിൽ മൊത്തം? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കാണാം. 31 തവണയാണത് പറയുന്നത്. 31 തവണയും. ഞാൻ ചോദിക്കട്ടെ, ഒരധ്യായത്തിൽ നിന്ന് ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ 31 ആയത്ത് പഠിച്ചതിൻ്റെ കൂലിയായി. എങ്കിൽ ബാക്കിയുള്ളതിൽ പഠിക്കാൻ, അതിലിപ്പോൾ 60 ആയത്തുണ്ടെങ്കിൽ പഠിക്കാനുള്ളത് എത്രയേ ഉള്ളൂ? 30 പിന്നെ ഒരു 1. അദ്ദേഹം പൂർത്തിയായി. മനസ്സിലായോ? വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയാണ് വൈലുൽ ലിൽ മുക്കദ്ദിബീൻ, വൈലു യൗമൈദിൻ ലിൽ മുക്കദ്ദിബീൻ. 10 തവണയാണ് അദ്ദേഹത്തെ പറയുന്നത്. ഒരൊറ്റ പ്രാവശ്യം ഒരായത്ത് പഠിച്ചാൽ പോരെ? അപ്പോൾ ഖുർആൻ എളുപ്പമാണോ? എളുപ്പമല്ലേ? എളുപ്പമാണ്. ഖുർആനായിട്ടൊന്ന് ബന്ധപ്പെട്ട് ഇതിനോളം വലിയൊരു ലഹരി. അൽ ഖുർആനു റബിയ ഖൽബി. നമ്മളൊക്കെ എന്താ ചെയ്യുക? റമദാൻ്റെ അന്നാണ് ഖുർആൻ എടുക്കുക. ളുഹറിന് എല്ലാവരും കൂടെ വരലുണ്ട്. അല്ലാത്ത ദിവസം ആരെങ്കിലും ഒരു ഖുർആൻ എടുത്ത മൂലയിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? റമദാൻ അല്ലാത്ത കാലത്ത് ഒറ്റപ്പെട്ടോലില്ല എന്നല്ല കേട്ടോ. ഇപ്പം അൽഹംദുലില്ലാ ഖുർആൻ പഠനം വർദ്ധിച്ചിട്ടുണ്ട്. അതല്ലേ ഞാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാൽ എന്നാൽ റമദാൻ ഒന്ന് വന്നാൽ ആർക്കും ഇങ്ങോട്ടും പോകാനുമില്ല. എല്ലാവരും ഇത് അർത്ഥം അറിഞ്ഞിട്ടാണ് ഓതുന്നത്? അല്ല, സ്വതന്ത്രമായിട്ട് ഓതുന്നതിനേക്കാൾ നിങ്ങൾ അർത്ഥം അറിഞ്ഞ് ഓതി നോക്കി. ഭയങ്കര നമ്മളോട് ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മൊബൈലിപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കൂട്ടുകാരനാണ് എൻ്റെ ഷാജാൻ്റെ ഒരു മെസ്സേജ് കണ്ടാൽ ഞാൻ അപ്പം നോക്കും. എന്ത് തിരക്കാണെങ്കിലും അത് നോക്കൂ. അത് നമുക്ക് പ്രിയങ്കരമാണ്. നമ്മുടെ ഭാര്യ ഒരു മെസ്സേജ് അയച്ചാൽ, ഇനി മുഖ്യമന്ത്രി ഒരു മെസ്സേജ് അയച്ചാൽ നമ്മൾ എന്താ പറയുക? എടാ മുഖ്യമന്ത്രി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എങ്കിൽ 14 ലോകങ്ങളെയും സൃഷ്ടിച്ച് ഭരിക്കുന്ന നാഥൻ്റെ മെസ്സേജിൻ്റെ പേരാണെന്ത്? ഖുർആൻ. എത്ര പുതുമ കാണിച്ചിട്ടുണ്ട് ആളുകൾ. അതുകൊണ്ട് റമദാനെ സ്വാഗതം ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലായിക്കോളി, ഇതുവരെ ഖുർആൻ വായനയിലേക്ക് കഴിഞ്ഞ നോമ്പിനെ നിർത്തിവെച്ച ഖുർആൻ വായന ഉണ്ടല്ലോ, ഈ മാസമാണ് റസൂൽ എന്താ ചെയ്തത്? ഈ മാസം നോമ്പ് നോൽക്കും, ഈ മാസം ഖുർആൻ ഓതും. എന്നിട്ട് ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ റമദാനിലേക്ക് പ്രവേശിക്കുക. അല്ലാണ്ട് ഒറ്റ ദിവസം കഴിയില്ല മനുഷ്യന്. ഖുർആൻ നിരന്തരം ഓതി ശീലിച്ച ഒരാൾക്ക് റമദാനിലുള്ളൊരു പുതുമയാണോ? അതിൽ കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ. അല്ലാതെ അയാൾ പുതുതായി തുടങ്ങുന്ന പോലെ തോന്നുമോ? നമുക്കൊക്കെ പുതുതായി തുടങ്ങുന്ന പോലെ തോന്നുന്നത്. നോമ്പ് നോറ്റുകൊണ്ടാണ് നബി നോമ്പിൽ പ്രവേശിക്കുന്നത്. കാരണം എന്താ? അപ്പോൾ 1-ാമത്തെ നോമ്പ് വല്ലാത്തൊരു ക്ഷീണമായിരുന്നു എന്ന്. കാരണം ഇന്നലെ വരെ കുത്തിക്കയറ്റി തിന്നാണല്ലോ. അങ്ങനല്ല, നോമ്പിലൂടെ നോമ്പിലേക്ക്, ഖുർആൻ പാരായണത്തിലൂടെ
ഖുർആൻ പഠനത്തിലേക്ക്. ഇതൊന്നു മുതൽ ശീലാക്കുമോ? ഒന്ന് സ്വയം ഒന്ന് പ്രതിജ്ഞ ചെയ്ത് നോക്കി. ഒരു 3 ആയത്ത് പഠിക്കുന്നു, ഖുർആൻ എന്നും ഓതുന്നു. അതിന് നിങ്ങൾ സൂറത്ത് ഫാത്തിർ, ചിലപ്പോൾ നമ്മൾ പണ്ട് QHLS ഒരു അധ്യായമായിരുന്നു സൂറത്ത് ഫാത്തിർ. അത് പഠിപ്പിക്കാൻ പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരുന്നു. സൂറത്ത് സുമറും സൂറത്ത് ഫാത്തിറൊക്കെ പഠിപ്പിക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സൂറത്ത് ഫാത്തിറിൽ 35-ാമത്തെ അധ്യായമാണ് സൂറത്ത് ഫാത്തിർ. അതിൽ 29-ാമത്തെ അധ്യായം എന്താണെന്നറിയോ? ആയത്ത് പറയുന്നതിന് മുമ്പ് ഞങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ളുഹ്ർ ഖളാ ആയാൽ ഭയങ്കര ടെൻഷൻ വരില്ല നമുക്കൊക്കെ വരും എന്തായാലും, ഇരിക്കുന്ന എല്ലാവർക്കും. കാരണം നമുക്കത് എങ്ങനെങ്കിലും തച്ചോ വെച്ചെങ്കിലും നിസ്കരിക്കും നമ്മൾ ഇവിടുന്നെങ്കിലും. നേരെ കുറച്ച് ഒരു ളുഹ്ർ ഖളാ ആയാൽ അന്നുള്ള ബേജാർ എന്താ? ആ ബേജാർ ഖുർആൻ ഓതാത്തതിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ആ ബേജാർ ദാനം ചെയ്യാത്തതിൽ തോന്നിയിട്ടുണ്ടോ? നങ്ങ് കേൾക്കണം. അല്ലാഹ് എന്താ പറയണെന്നറിയോ? അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. സൂറത്ത് ഹജ്ജിലും കാണാം, സൂറത്ത് ഫാത്തിറിൽ പറയണെന്നറിയോ? ഡെയിലി ഖുർആൻ ഓതുകയും ഡെയിലി നിസ്കരിക്കുകയും ഡെയിലി നാം നൽകിയതിൽ ചെലവഴിക്കുകയും ചെയ്യുന്നവർ തിജാറത്തൻ ലൻ തബൂർ, ഏറ്റവും വലിയ കച്ചവടത്തിലാണ് എന്ന്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഷാജിനോട് ചോദിച്ചു, നെസ്റ്റോ ഉണ്ടോ ബഷീർ ഖാൻ്റെ ഇവിടെ? നെസ്റ്റോ ഉണ്ട്. നെസ്റ്റോ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ കാണില്ലേ? ഗൾഫ് രാജ്യത്ത് പൊട്ടിയിരുന്നു കുറേ, അതുകൊണ്ട് നാട്ടിലോട്ട് പിടിച്ചു. ഇവിടെ പച്ച പിടിക്കുകയാണ്. കാരണം എന്താ അറിയോ? വിദേശ രാജ്യമൊക്കെ പലതും പലതും ഒഴിവാക്കി വന്നപ്പോൾ അത് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. നിങ്ങൾ വിചാരിച്ചോ കേരളത്തെ വികസിപ്പിക്കാനല്ല, മനുഷ്യരുടെ മനസ്സ് പഠിച്ചിട്ടാണ് ഇപ്പോൾ ലുലുമാളൊക്കെ വരുന്നത്. കാരണം ഇവിടുത്തെ ആളുകൾക്കുള്ള ചുരം അമേരിക്കയൊക്കെ വിട്ട്, അമേരിക്കയൊക്കെ പലതും ഒഴിവാക്കി നമ്മൾ പലതും എന്ത് ചെയ്യാണ് അവിടെ നിന്ന് അങ്ങോട്ട് വാരി പിടിക്കണം. അതുകൊണ്ടത് ഞാൻ പറഞ്ഞു പോയിട്ട് തോന്നുന്നല്ല കേട്ടോ. എന്താ അള്ളാഹു ഈ ആയത്ത് പറയണേ? അല്ലദീന യത്ലൂന അള്ളാഹുവിൻ്റെ കിതാബ് നിരന്തരമായി വായിക്കുകയും 5 നേരം കറക്റ്റ് നിസ്കരിക്കുകയും നാം നൽകിയതിൽ ചെലവഴിക്കുകയും ചെയ്യുന്നവർ തിജാറത്തൻ ലൻ തബൂർ, അവരൊരു നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തിലാണ്. എന്ത് എളുപ്പമുള്ള വഴിയാണല്ലേ? ഒരു ദിവസം കുറച്ച് ഖുർആൻ ഓതുക, 5 നേരം എന്തായാലും നമ്മൾ നിസ്കരിക്കും. അതിൽ ഇങ്ങനെ തോന്നണം നമുക്ക്. എന്തെന്നറിയോ? നിസ്കാരം ഖളായാലുള്ള ടെൻഷൻ പോലെ ഖുർആൻ ഓതാത്തതിൻ്റെ ഒരു വേദന പെരുമാറ് ഖുർആനായിട്ടൊരു ബന്ധം പുലർത്തണം. ഏത് പള്ളിയിൽ നിങ്ങൾ കയറി, അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു അസർത്തിയ ഒരു സ്ഥലത്ത് കയറിയാൽ വെറുതെ ഒരു ഖുർആൻ എടുത്തിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ തുറന്നു നോക്കും. ഈ സ്ഥിരമായിട്ട് ഖുർആൻ ബന്ധപ്പെട്ടവർക്ക് ഒരു അത്ഭുതം കൂടെ അള്ളാഹ് തരാറുണ്ട്. എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്ന ദിവസം ഖുർആൻ എടുത്ത് വെറുതെ ഇങ്ങനെ തുറന്നാൽ ആ ഇഷ്യൂ സംബന്ധമായ കാര്യമായിരിക്കും കിട്ടുക. ഇങ്ങനൊരു ചരിത്രം പറയുന്നുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഗാന്ധിജിനോട് അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫിക്കറിൽ ഞാനിരിക്കുന്ന സമയം മൗലാന മുഹമ്മദ് അലി ജൗഹർ പറയാം, ഞാൻ ഇപ്പുറത്തെ റൂമിൽ ഇങ്ങനെ ഇരിക്കും, എൻ്റെ അനുജൻ ഷൗക്കത്ത്, മൗലാന ഷൗക്കത്ത് അലി ഇപ്പുറത്തുനിന്ന് ഖുർആൻ ഓതും. ഞാനാകട്ടെ ജാമിയ മില്ലിയിൽ ഖുർആൻ എടുക്കുന്ന ആളാണ്. ആര്? മൗലാന മുഹമ്മദ് അലി ജൗഹറെ. അപ്പം ഖുർആൻ ഓതുമ്പോൾ അന്ന് നേരിട്ടൊരു പ്രശ്നത്തിന് പരിഹാരം അനുജൻ ഓതുന്ന ഖുർആൻ വചനത്തിലൂടെ മൗലാന മുഹമ്മദ് അലിക്ക് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമുക്ക് എത്ര ആൾ അപ്പുറത്തുനിന്ന് ഖുർആൻ ഓതിയാലും ഇപ്പുറത്തുനിന്ന് ഓതിയാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? ഇമാമ് കരയുന്ന അപ്പം നമ്മൾ ചെയ്യണെന്തിനിപ്പോൾ കരയണത്? നമുക്കൊന്നും അറിയില്ല. ഇമാമ് കരഞ്ഞത് ആ ആയത്തിൻ്റെ കണ്ടന്റ് ഓർത്തിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയണമെന്ന് വെച്ചാൽ അൽ ഖുർആനു റബിയ ഖൽബി എന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാകണം. അടുത്തത് ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒരു 2:10 ഞാൻ അവസാനിപ്പിക്കും. അടുത്തത് തെറ്റി നിൽക്കുകയല്ലോ, നമ്മൾ പിണങ്ങി നിൽക്കുക. അങ്ങനെ പിണങ്ങി നിന്നുകൊണ്ട് നോമ്പിൽ പ്രവേശിക്കാൻ പാടുണ്ടോ ഇല്ലേ? നിങ്ങൾ പറ. പാടില്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. പിണങ്ങി നിൽക്കുന്നവർക്ക് നോമ്പിൻ്റെ ഇസ്സത്തില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 3 ദിവസത്തിലധികം ഒരാളായിട്ട് പിണങ്ങിക്കാൻ പാടില്ല. പിണക്കെന്നൊക്കെ പറയുന്നത് മരണപ്പെടാൻ വരിക എന്നറിയില്ല. അതുകൊണ്ടൊരു സത്യവിശ്വാസി എപ്പോഴും സത്യവിശ്വാസിയെ പറ്റി ഇണങ്ങുന്നവനാണ് സത്യവിശ്വാസി. ഇണക്കല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഈമാൻ എവിടെയോ പുഴുക്കുത്തുണ്ട്. ഒരാളായിട്ട് മിങ്കിളാകുന്നില്ല, ഒരാളോടും മിണ്ടുന്നില്ല. അങ്ങനല്ല ജീവിതം. കാരണം നമുക്കറിയാം, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ 2 ആളും, ഒരു ഭാര്യയും ഭർത്താവും, 2 മാസമായിട്ട് ഒരു പിണങ്ങി നിൽക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ നിന്നാണ് അവർ വരുന്നത്. 2 മാസമായിട്ട് പിണങ്ങി നിൽക്കുക. അപ്പം ഞാൻ അവരെയൊക്കെ സംസാരിപ്പിച്ചെല്ലാക്കി ഒരു കയ്യൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നടയിലെത്തിയപ്പോൾ ഞാൻ അവരെ തിരിച്ചു വിളിച്ച്, ഞാൻ മനസ്സിൽ അങ്ങനെ നീയത്ത് വെച്ചാണ് അവരെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അല്ല ഈ 2 മാസം പിണങ്ങി നിൽക്കുന്നതിനിടയിലാണ് നിങ്ങളിൽ ഒരാൾ മരിക്കുന്നതെങ്കിൽ
മറ്റേക്ക് അള്ള ദീർഘായുസം കൊടുത്താൽ അയാൾ ഇനി 25 കൊല്ലം ജീവിക്കണം. അയാൾ ഏത് ടെൻഷനിലായിരിക്കും ജീവിക്കുക? പഠിച്ചോനെ, എൻ്റെ ജീവിതത്തിലെ പങ്കാളിയായ എൻ്റെ ഭാര്യ, എനിക്ക് മക്കളെ തന്ന എൻ്റെ ഭാര്യ, എനിക്ക് ഒരുപാട് കൊല്ലം ഭക്ഷണം വിളമ്പി തന്ന എൻ്റെ പ്രാണപ്രേയസി, എൻ്റെ ശരീരം അവളുടെ ശരീരവുമായി ഒത്തുചേർന്ന 10-25 കൊല്ലം. പഠിച്ചോനെ, മരിക്കുമ്പോൾ ഏറ്റവും മിണ്ടാതെ ഓള് കൊണ്ടച്ച ചായ ഇങ്ങനെ തട്ടി മറിച്ചിട്ട് എണീറ്റ് പോകുന്ന ഞാൻ, നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവർ കൂടുതൽ കരഞ്ഞു. നമ്മളുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും പിണങ്ങരുത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖും വേറെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒരു പ്രശ്നം ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒരു തെറി പറഞ്ഞു, മോശമായൊരു വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഉമർ ബിൻ ഖത്താബിന് ഭയങ്കര കുറ്റബോധം തോന്നി. അബൂബക്കർ സിദ്ദീഖിൻ്റെ പിന്നാലെ കൂടിയിട്ട് അവസാനം റസൂലിൻ്റെ അടുത്തെത്തി. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഞാൻ എന്നെ പറഞ്ഞ ചീത്ത അങ്ങോട്ട് പറയണം എന്നാണ് പറയുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്ക് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാനേ നമുക്ക് വകുപ്പുള്ളൂ. വലാ തസ്തവിൽ ഹസനത്തു വലസയ്യ. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പറയൂ ഉമറേ. അല്ല പുറത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ? അതുകൊണ്ട് പരസ്പരം പൊറുക്കുക. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിൻ്റെ മകളുടെ പേരിൽ ആക്ഷേപം പറഞ്ഞപ്പോൾ ഒരാൾക്ക് സഹായം കൊടുക്കൂല എന്ന് പറഞ്ഞല്ലോ. ആ സമയത്താണ് സൂറത്ത് നൂറിലെ 11-ാമത്തെ വചനം ഇറങ്ങി, 24-ലെ, നിങ്ങൾക്ക് അള്ള പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, അതുപോലെ പരസ്പരം പുറത്തു കൊടുക്കണം. അപ്പോൾ പിണങ്ങി നിന്നുകൊണ്ട് നോമ്പിൽ പ്രവേശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തത്, നോറ്റ് വീട്ടാൻ വല്ല നോമ്പും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നോമ്പിലേക്ക് പ്രവേശിക്കാൻ. നോമ്പ് നോൽക്കാൻ പറ്റില്ല ഭാവിയിലും തോന്നുകയാണെങ്കിൽ പ്രായശ്ചിത്തമൊക്കെ കൊടുത്ത് പിന്നെ കൂടുതൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക. റസൂൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെന്ന് വെച്ചാൽ, മാർക്കറ്റിലൊക്കെ പോകുമല്ലോ നമ്മൾ, ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ വസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആവർത്തിച്ച് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പാപങ്ങളും കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഇടമാണ് അവിടെ മാർക്കറ്റ് എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 1,00,000 കൂലിയാണ്. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. മാർക്കറ്റിൽ ബി മാർക്കറ്റിലേക്ക് കയറുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അതിന് 1,00,000 കൂലി? ബി മാർക്കറ്റ് പോകുമ്പോൾ ഒരു ദിക്റും ഓർമ്മ വരാത്ത സ്ഥലമാണ്, കഴിയില്ല. ഞാൻ ഈ പറഞ്ഞ എത്രയോ എളുപ്പമുള്ള കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് എന്ന് പറയുമ്പോൾ എത്ര സമയമാണോ? പക്ഷെ നിങ്ങളെന്നെ എന്തിച്ചു നോക്കി, ജീവിതത്തിൽ എത്ര തവണ ചന്തയിൽ പോയപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്? ചിന്തിക്ക്. ശരിക്കും സ്വർഗം കിട്ടാൻ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിയും. അതിനെന്ത് വേണം? നേരത്തെ പറഞ്ഞില്ലേ സ്വാഗതത്തിൽ, ബോധപൂർവമായൊരു നെയ്യത്തുണ്ടാകണം. ഇന്നതാണ് ചെയ്യുന്നത്, ഇന്നയിലാണ് ഇൻവോൾവ്ഡ് ആകുന്നത്, ഇന്ന കാര്യമാണെന്നൊക്കെയുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. 4-ാമത്തെ കാര്യം, നരകസ്വർഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലാണ് മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിലൊന്ന്. ഫഅൻദർതുക്കും നാറൻ തലല്ലാ, കേട്ടിട്ടുണ്ടല്ലോ. ഏതാ അധ്യായം എന്ന് പറയോ? ഏത് ചെറിയ അധ്യായം, താഴെയുള്ള ഏതാ അധ്യായം? ഫഅൻദർതുക്കും നാറൻ തലല്ലാ, സൂറത്ത് ലൈല് 92-ാമത്തെ അധ്യായം 14-ാമത്തെ വചനമാണ്. കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് എന്നാണ് അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മെഹ്റാബിൽ നിന്നിട്ട് ഇമാമായി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇമാമായി നിൽക്കുമ്പോഴാണ് ഈ വചനം ഓതുന്നത്. ഫഅൻദർതുക്കും നാറൻ തലല്ലാ എന്ന് ഓതി തീരുമ്പോഴേക്കാണ് അദ്ദേഹം ബോധം കെട്ടു വീണു. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും കൂടി. അപ്പം അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു, ഫഅൻദർതുക്കും നാറൻ തലല്ലാ. ഞാൻ ചോദിക്കുന്നത്, ഈ ആയത്ത് ജീവിതത്തിൽ നമ്മൾ ഊതിക്കേട്ടല്ലോ. ഞാൻ ഓതുമ്പോഴേക്ക് ഞങ്ങൾ പറഞ്ഞു ഇന്ന് അധ്യായം എന്നൊരു ഓർമ്മ എല്ലാവർക്കും വന്നല്ലോ. പക്ഷെ നമ്മൾക്ക് ഒരു ബോധക്ഷയം ഉണ്ടായിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂർ 52-ാം അധ്യായം, അതിലെ ചില ആയത്ത് വായിച്ചിട്ട് 1 മാസം പനി പിടിച്ച് വിറച്ച് നിന്നു എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. സൂറത്ത് തൂറിലെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടൊരു ഭാഗം വായിച്ചിട്ട് 1 മാസം പനി പിടിച്ചു വിറച്ചു. വേറൊരു സഹാബി ഒരു ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടന്നിട്ട് വിങ്ങിപ്പൊട്ടി കരയാണ്. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഭാര്യ കരഞ്ഞു. എന്നിട്ട് ഭാര്യനോട് ഭർത്താവ് ചോദിക്കുക, ഞാൻ കരഞ്ഞതിനൊരു കാര്യമുണ്ട്, നീ എന്തിനാ കരഞ്ഞത്? പറഞ്ഞു, നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ട ആളാണ്, നിങ്ങൾക്ക് എന്തോ സങ്കടം ഉണ്ടായി, നിങ്ങൾ കരഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു പോയതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, വൈമിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ എന്ന ആയത്ത് കേട്ടപ്പോൾ, സൂറത്ത് മറിയമിലെ 19-ാം അധ്യായത്തിലെ 71-ാമത്തെ വചനം ഓർത്തപ്പോൾ
നിങ്ങളിൽ ഒരാളുമില്ല ആ നരകത്തിൻ്റെ വക്കിൽ വരാത്തവരായിട്ട്. എല്ലാ നബിമാരും ആ നരകത്തിൻ്റെ വക്കിലൂടെ പോകും. അതിൽ നിന്ന് അല്ല നമ്മളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ഖുറാനിലെ 3-ാം അധ്യായം 185 പറയുന്നത് എന്താണ്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ. ശരിക്കും പരിശുദ്ധ റമദാൻ നരകത്തിൻ്റെ വാതിലുകളൊക്കെ കൊട്ടിയടച്ച് സ്വർഗ കവാടങ്ങൾ തുറന്നു വെച്ച് സ്വർഗത്തിലേക്ക് കയറാൻ ആരുണ്ട് എന്ന് ഓരോ റമദാൻ്റെ ഓരോ ദിവസവും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചു കൊണ്ടേയിരിക്കും. റമദാൻ്റെ ഓരോ ദിവസവും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. പഠിച്ചോനെ, ആ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ നരകം സ്പർശിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവരുത്. ഇന്നഹ തെർമി ബിശറിൻ കൽക്കസർ കഅന്നഹു ജിമാലത്തും സുഫർ. ഒട്ടകക്കൂട്ടങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന പോലെ കൊട്ടാര സമാനമായ തീപ്പൊരി നരകത്തിൻ്റെ കൊളാളാന്നുള്ള ശബ്ദം കേൾക്കുന്നതാണ്. സൂറത്ത് മുൽക്കിലെ 8, 9, 10 വചനങ്ങൾ. യൗമ തുഖല്ലബു വജൂഹും ഫിന്നാർ. ഖുർആനിലെ 33-ാം അധ്യായം 66-ാമത്തെ വചനം. നരകത്തിൽ മുഖം കുത്തി വീഴും. ബദ്ദൽനാഹു ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. സൂറത്ത് നിസായിലെ 54-ാമത്തെ വചനം. തൊലികൾ വീണ്ടും വീണ്ടും നൽകപ്പെടുന്നൊരു കത്തിച്ച് ചാമ്പലാക്കുന്നൊരു ദിവസം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. 66-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തു നിന്ന് കാക്കുക. അപ്പം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നരകത്തു നിന്ന് കാക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഇത്, പരിശുദ്ധ റമദാൻ. സ്വഹാബത്ത് ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യം കൂടി പറയും. അതായത് നോമ്പ് കഴിഞ്ഞിട്ടുള്ള 6 മാസമല്ലേ, ഈ നോമ്പിൻ്റെ മുഴുവൻ ചൈതന്യം അവർ 6 മാസം കാത്തു സൂക്ഷിച്ചിരുന്നു. എന്നിട്ട് സ്വഹാബത്തിനെ പറ്റി പറയാണ്, വരാനിരിക്കുന്ന 6 മാസം ഉണ്ടല്ലോ നോമ്പിലേക്ക്, അത് നോമ്പിനെ സ്വീകരിക്കാനുള്ള മനസ്സായിട്ട് അവർ കഴിഞ്ഞ്. അപ്പോൾ ഫലത്തിൽ എന്താ ഉണ്ടായത്? 12 മാസവും നോമ്പിൻ്റെ ലഹരിയിലായിരുന്നു അവർ. നമ്മളോ നോമ്പ് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ കുപ്പായക്കാട് കഴിച്ച് എടാ എടുക്കടാ മൊബൈൽ എടുക്ക് 30 ദിവസവും കാണാത്ത കെട്ടിക്കിടക്കുന്നുണ്ടാവും. അതിങ്ങനെ കഴിഞ്ഞില്ലേ, 30 ദിവസം കഴിഞ്ഞു. ഒന്നുകൂടി കേട്ടോളി. നോമ്പിന് കഴിഞ്ഞ് 6 മാസം ആ നോമ്പിൻ്റെ എനർജി ആയിട്ട് അവരങ്ങനെ അടുത്ത 6 മാസം നോമ്പിനെ സ്വീകരിക്കാനുള്ള മനസ്സുമായിട്ട്. ഏറ്റവും ചുരുങ്ങിയ നോമ്പ് കഴിഞ്ഞിട്ട് 2 മാസമെങ്കിലും നിലനിർത്താൻ, നോമ്പിൻ്റെ 1 മാസം മുമ്പിലെങ്കിലും നോമ്പിൽ പ്രവേശിക്കാൻ, ഖുർആനോത്തിലും നോമ്പിലും, അതിലാണ് ഈ മാസം. അതുകൊണ്ട് അതിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു ക്ലാസ്സാണെന്ന് എനിക്കറിയാം. അതിന് ഇന്ന് പ്രസംഗമുണ്ട്, നാളെ 2 പ്രസംഗമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് മതി. ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും മുകളിൽ എടുക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ വിജയത്തിനത് മതി. ഖുർആൻ ഡെയിലി 3 ആയത്ത് പഠിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞാൽ ക്ലാസ് ഇവിടെ പൂർത്തിയായി. മനസ്സിൻ്റെ 3 അവസ്ഥകൾ നമ്മൾ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറക്കുക, ഖുർആനിലേക്ക് വെക്കുക. എപ്പോഴായാലും ഉറപ്പിച്ചോ, ഖുർആൻ ശരിക്കും വായിക്കുന്ന ഒരാൾ നല്ല മനുഷ്യനായിരിക്കും. അർത്ഥറിഞ്ഞ് ശരിക്കും വായിക്കുന്ന ഒരാൾ നല്ല ഭർത്താവായിരിക്കും, നല്ല ഭാര്യയായിരിക്കും, നല്ല മകനായിരിക്കും. എൻ്റെയൊക്കെ 84 വയസ്സായി, ഉമ്മ മരിച്ചുപോയി. നിങ്ങൾ മക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതിൽ നിങ്ങളും ഉണ്ടാവും. 84 വയസ്സായി. എനിക്ക് 2 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എൻ്റെ ഇപ്പോൾ ഖുർആൻ മാത്രം വായിക്കുന്ന ഒരാളായിട്ട്. ഖുർആൻ വായിക്കാത്ത ഒറ്റ ദിവസം എൻ്റെ ഉപ്പാനെ ഞാൻ കണ്ടിട്ടേ അല്ല ജീവിതത്തിൽ. ഉപ്പ ഖത്തറിലാവുമ്പോൾ ഞാൻ ഇവിടുന്ന് ചെന്നാൽ 11 മണിയാവുമ്പോൾ ഉപ്പ ളുഹാ നിസ്കാരത്തിലായിരിക്കും. 10 കൊല്ലാണ് സർക്കാർ സ്ഥാപനത്തിൽ ഉപ്പാക്ക് അധികം കൊടുത്ത ജോലി. റിട്ടയർഡായിട്ടും അറബികൾക്ക് വാപ്പാനുള്ള ഇഷ്ടം കൊണ്ട് 10 കൊല്ലവും കൂടെ കൂട്ടിക്കൊടുത്തു ഖത്തറിൽ. എൻ്റെ അപ്പനെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ ഉപ്പ ഖുർആൻ ഒന്ന് കേട്ടിട്ട് ഞങ്ങളുടെ ഉമ്മച്ചി ഖുർആൻ പഠിച്ച ഉപ്പ നിന്നാണ്. അതുകൊണ്ടാണ് സിറാജുൽ ഇസ്ലാമിന് എനിക്കൊക്കെ ഖുർആനുമായൊരു നിരന്തരമായ ബന്ധത്തിൻ്റെ അവസരം. അപ്പം നമ്മൾ വീട്ടിൽ മക്കൾക്ക്, എൻ്റെ വീട്ടിലെ എല്ലാ സ്ഥലത്തും ലൈബ്രറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികളുടെ റൂമിലും ഒരു ലൈബ്രറി, എല്ലാ പുസ്തകവും എല്ലാവരുടെ റൂമിലും ഉണ്ട്. രാമാനുവലിൻ്റെ പരിഭാഷയും എടുക്ക് താത്താന്ന് പറയേണ്ട, കാരണം ഓളെ റൂമിൽ അവിടെ ഉണ്ട്. അപ്പോൾ 8 കുട്ടികൾക്ക് 8 ജോഡി വാങ്ങി വെച്ചിരിക്കുകയാണ്. എന്തിനെ അവർ നാളെ നമുക്കെതിരെ പറയാതിരിക്കാം. എൻ്റെ ഒപ്പം എനിക്കൊരു നല്ല ബുക്ക് പോലും വാങ്ങി തന്നില്ല. ഒരായത്ത് കൂടെ കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ആയത്ത് മറക്കാതെ സൂക്ഷിക്കുക. വദുക്കുർന മായുത്ല ഫീ ബുയൂത്തികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. ആയത്തിൻ്റെ അർത്ഥം എന്താ അറിയോ?
നിങ്ങളുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും ഓർക്കുക. അപ്പോൾ ഖുർആൻ്റെ പരിഭാഷ മാത്രം പോരാ, ഹദീസും വേണമെന്നർത്ഥം. 33-ാം അധ്യായം 34-ാമത്തെ വചനം. ഇത് ജീവിതത്തിൽ കേൾക്കാത്ത എത്ര ആളുണ്ട്. ഉദ്കുർന മാ യുത്ലാ ഫീ ബുയൂത്തികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും ഓർക്കുക. നമുക്ക് ഓർമ്മ വരുന്ന പങ്കജാസിൻ്റെ ഗസല, മമ്മൂട്ടിൻ്റെ ഡയലോഗാ, കാവ്യമാധവൻ്റെ കരച്ചില. നേരെ മറിച്ച് നമ്മുടെ കൽബിലുണ്ടാകേണ്ടത് ഖുർആനും സുന്നത്തും സഹാബത്തും. ഞാൻ എൻ്റെ മക്കളോടൊപ്പോഴും പറയുന്നുണ്ട്, എത്ര ഫുട്ബോൾ താരത്തിൻ്റെ പേരറിയാമെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയും. ഞാൻ പറയും കുഴപ്പമൊന്നുമില്ല, ലോകത്ത് കുറേ ഫുട്ബോൾ താരങ്ങളെ പേര് പഠിച്ചു എന്നുള്ളത് ആറാമൊന്നുമല്ല. പക്ഷെ ഇതിനേക്കാൾ ഉപരി സ്വർഗത്ത് പോകുമെന്ന് നബി എണ്ണിയ 10 സഹാബിയുടെ പേര് നമ്മളെ മക്കൾ പഠിച്ചിരിക്കണം. സ്വർഗത്ത് പോകുന്ന നബി നേരിട്ട് പറഞ്ഞ 10 സഹാബിയുടെ പേര് നമ്മുടെ മക്കൾ അറിയണം. അത് നിങ്ങൾ 3 വയസ്സ് പഠിപ്പിച്ച് നോക്ക്, നല്ല ഓർമ്മ ഉണ്ടാവും. 3 വയസ്സിലാണ് പഠിപ്പിക്കേണ്ടേ. 25 പ്രവാചകന്മാർ, അവരാരായിരുന്നു, എന്തായിരുന്നു അവരുടെ ദൗത്യം ഒക്കെ മക്കളെ ചെറിയ കുട്ടികളെ വലിയ ആളുകളെ പഠിപ്പിക്കുന്ന പോലെ നിങ്ങൾ പഠിപ്പിച്ച് നോക്കി. ഭയങ്കരമായിട്ട് കിട്ടി, ഭയങ്കരമായിട്ട് അവർക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം. അലാ ഫഇന്ന ഫിൽ ജസദി മുളഅത്തൻ നിദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, ശരീരത്തൊരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം നന്നായി, അത് കേടുവന്നാൽ ശരീരം കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയമാണ്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് പരിശുദ്ധ റമളാനിലെ ഏറ്റവും വലിയ ഘടകം. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന പോലെ, പുട്ടിയിടുന്നത് പോലെ, പഴയത് ചുരണ്ടിപ്പോക്കുന്നത് പോലെ ഹൃദയത്തിൻ്റെ പാളികളിൽ പാപത്തിൻ്റെ കറകൾ കഴുകിക്കളയാൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ ശിഫയാണ്, ഔഷധമാണ്. അത് ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളെ കഴുകിക്കളയുന്നതാണ്. 17-ാം അധ്യായം 82-ാമത്തെ വചനം. സർവശക്തനായ പടച്ച തമ്പുരാൻ റമളാനിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനും വളരെ സന്തോഷത്തോടെ റമളാനിൽ പ്രവേശിക്കാനും ദിക്ർ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അമല് കൊണ്ടും സദഖ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ഇബാദത്ത് കൊണ്ടും റുക്കൂ സുജൂദ് കൊണ്ടും ധന്യമായി തീരാനും നമ്മൾ പരമാവധി ശ്രമിക്കുക. സർവശക്തൻ നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. ഈ ക്ലാസ് നമുക്കെല്ലാവർക്കും ഉപകാരദായകമായി ഭവിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ഖുർആനിൻ്റെ അഹലുകാരാകാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അർത്ഥസഹിതം ഖുർആൻ പഠിക്കുന്ന സജ്ജനങ്ങളിൽ, വ്യാഖ്യാന സഹിതം പഠിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇണകളിലും സന്താനങ്ങളിലും അല്ലാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.